എത്ര കറാമത്താണെന്നറിയൂ. അക്കാലത്ത് ജീവിച്ച ഒരു ഖാദിയോട് പറഞ്ഞത്, ഞാൻ ആദ്യം മരിച്ചാൽ നിങ്ങൾ എന്റെ മയ്യത്ത് കുളിപ്പിക്കണം, നിങ്ങൾ ആദ്യം മരിച്ചാൽ ഞാനും കുളിപ്പിക്കാം. ശൈഖ് അവറുകൾ പറഞ്ഞതാ. ഇ.കെ. ഉസ്താദ് എഴുതിയ മൗലിദിൽ കാണാം ആ സംഭവം. ആദ്യം മരിച്ചത് ശൈഖ് അവറുകൾ. ശൈഖ് അവറുകൾ വഫാത്തായി കുളിപ്പിക്കാൻ ഖാദിയാര് വന്നു. കുളിപ്പിക്കുന്നതിന്റെ ഇടയിൽ കണ്ണു തുറന്നു നോക്കി. കണ്ണു തുറന്നിങ്ങൾ നോക്കുമ്പോ ഖാദി പറഞ്ഞു, ഞാൻ തന്നെയാണ് കുളിപ്പിക്കുന്നത്, അവിടെ കൊടുത്തോളൂ, പേടിക്കണ്ട, കരാർ അങ്ങനെ തന്നെ നടപ്പാക്കിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ വിഷയം ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളോട് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം കള്ളപ്രചാരണം, നുണപ്രചാരണം, സമുദായത്തിനെ വഞ്ചിക്കുക, കള്ളക്കറാമത്തോ പറഞ്ഞുകൊണ്ട് അണികളെ പിടിച്ചു നിർത്തുക, ഇതിന് ഏറ്റവും മിടുക്കന്മാരാണ് മുസ്ലിയാക്കന്മാർ. ഇത് ഞാൻ വെറുതെ പറയല്ല. ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ വളരെ സജീവമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും, അതൊക്കെ ഉപയോഗിക്കാൻ അറിയുന്ന എല്ലാവർക്കും ഇങ്ങനെയുള്ള കള്ളക്കറാമത്തുകളും ഒക്കെ പ്രചരിപ്പിക്കുന്ന മുസ്ലിയാക്കന്മാരുടെ ക്ലിപ്പുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ കഴിയും. സാധുക്കളായ ജനങ്ങൾ ഇവരിത് പറയുമ്പോൾ അണ്ണാക്ക് തൊടാതെ അങ്ങനെ വിഴുങ്ങുകയാണ്. കാരണം ഇതുപോലെ പ്രചരിപ്പിക്കാൻ മുസ്ലിയാക്കന്മാർക്ക് കഴിയും. ഓരോ കാലഘട്ടത്തിലും ഓരോരോ മഹാന്മാരുടെ പേരും പറഞ്ഞിട്ടാണ് ഇവർ പുതിയ പുതിയ കഥകൾ കൊണ്ടുവന്ന് പ്രചരിപ്പിക്കുന്നത്. അപ്പൊ അതിൽപ്പെട്ട ഒന്ന് രണ്ട് പേരുടെ കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുന്നുണ്ട്. അതിലൊരാളാണ് നൗഷാദ് അഹ്സൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, CM മടവൂരിന്റെ വലിയ ആളാണ്. അപ്പൊ CM മടവൂരിന്റെ കറാമത്ത് ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കലാണ് ഈ ചങ്ങാതിയുടെ പണി. മറ്റൊരാളുടെ കാഫിലയാണ്. കാഫിലക്കൂട്ടം എന്ന് പറഞ്ഞിട്ട്, കാഫില എന്ന്, മടവൂര് കാഫില എന്ന് പറഞ്ഞ ചങ്ങാതി എല്ലാ വീട്ടിലും കയറി ഇറങ്ങിയിട്ട് അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ പോയിട്ട് CM മടവൂരിനെ കണ്ടവരുണ്ടോ, കറാമത്ത് അറിയുന്നവരുണ്ടോ എന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ച് ഇങ്ങനെ പോവുകയാണ്. രണ്ടു കൂട്ടരും മത്സരിക്കാണ് CMന് വേണ്ടിയിട്ട്. എന്നിട്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ജനങ്ങളെ ഈ കള്ളക്കഥ പറഞ്ഞ് പ്രചരിപ്പിക്കുക. എന്നിട്ട് ജനങ്ങളെ എന്ത് ചെയ്യുക, അതിലേക്ക് ജാറത്തിലേക്ക് CM മടവൂരിന്റെ മക്കാമിലേക്ക് എന്ത് ചെയ്യുക, അടുപ്പിക്കുക. അതേപോലെ CM സെന്ററിലേക്ക് അവിടെ നടക്കുന്ന ആട്ടവും പാട്ടവും കൂത്തിനും വേണ്ടിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ആ ആട്ടവും പാട്ടും കേൾക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ എന്ത് ചെയ്യുക, അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. ഇതിനു വേണ്ടിയിട്ടാണ് വ്യാജ കറാമത്തുകളുമായി. നൗഷാദ് അഹ്സനി ബാനർ വെച്ചിട്ട് സമ്മേളനം നടത്തുകയാണ്. ആരാണ് ലോകം നിയന്ത്രിക്കുന്നത്, CM മടവൂരാണെന്ന് പറഞ്ഞിട്ട് അത് സ്ഥാപിക്കാൻ വേണ്ടി ആ ചങ്ങായി നടക്കുന്നത്. മറ്റാളാണെങ്കിൽ വീട് വീടാതെ കയറി തെണ്ടുകയാണ്. കാരണം കറാമത്ത് കിട്ടാൻ വേണ്ടി തെണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇതൊക്കെ ഇവരെ കൊണ്ട് ഈ സമുദായം കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടുന്നത്. ഇവരെ വിചാരം ഇതൊക്കെ കേട്ടിട്ട് ആൾക്കാർ ഇങ്ങനെ മിണുങ്ങുന്നുണ്ട് നല്ല. ഇപ്പോഴത്തെ ഈ തലമുറയൊന്നും നിങ്ങൾ ഈ കള്ളക്കഥയിലൊന്നും പെടൂല. അതേ രൂപത്തിലുള്ള ദേവത്തുകളൊക്കെ ഇന്ന് പണ്ഡിതന്മാർ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഈ കള്ളക്കഥ പ്രചരിപ്പിക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് ഇതേപോലെയുള്ള ദേവത്തുകൾ ഇങ്ങനെ സജീവമായി നടന്നുകൊണ്ടേയിരിക്കും, ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ടേയിരിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, നൗഷാദ് അഹ്സനി പറഞ്ഞ രംഗം കേട്ടില്ലേ, CM മടവൂര് മരണപ്പെട്ടതിന് ശേഷം, അപ്പൊ മരിക്കുന്നതിന് മുമ്പ് തന്നെ കരാറുണ്ട്, നിങ്ങൾ കുളിപ്പിക്കണം എന്ന്. അത് ആ ചങ്ങാതി പറയുന്നുണ്ട്. പിന്നെ ഞാൻ കൂടുതൽ വിശദീകരിങ്ങൾ കേട്ടാൽ മനസ്സിലാവുമല്ലോ. അങ്ങനെ മരിക്കുമ്പോൾ നിങ്ങൾ കുളിപ്പിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ മരിച്ച സമയത്ത് CM മടവൂര് കണ്ണു തുറന്ന് നോക്കിയെന്നാ. കണ്ണൂർ നോക്കിയപ്പോൾ കുളിപ്പിച്ച ആള് പറഞ്ഞു, ഇല്ലല്ല, ആന ഞാൻ തന്നെയാണ് കുളിപ്പിക്കാൻ, അവിടെ കിടന്നോളി, എനിക്ക് പോണ്ട എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇത് തന്നെ കള്ളത്തരല്ലേ ഈ സമുദായത്തിനോട് പറഞ്ഞു കൊടുക്കുന്നത്? കള്ളക്കഥയല്ലേ പ്രചരിപ്പിക്കുന്നത്? അല്ലേ? പരിശുദ്ധമായ ഇസ്ലാങ്ങൾ ആലോചിച്ച് നോക്കി. അങ്ങനെ കണ്ണ് തുറക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് വഫാത്തായി കിടക്കുന്ന ആ ഘട്ടത്തില് എന്തെല്ലാം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ഇല്ലേ? ഉമർ റളിയല്ലാഹു അൻഹു വാളും പിടിച്ച് അവിടെ നിന്നതാണ്. അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായിട്ടില്ല. അങ്ങനെ വഫാത്തായി എന്ന് പറഞ്ഞവന്റെ തല ഞാൻ എടുക്കുമെന്ന് എന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു വാളും പിടിച്ച് അവിടെ നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിനെ കണ്ണു തുറന്നിട്ട്, ഉമറെ എന്താ വാളൊക്കെ അവിടെ താഴത്തിട്ട്, ഞാൻ മരിച്ചില്ലേ ഉമറെ, എന്താ ചെയ്യുന്നത്, ആൾക്കാർ വന്ന് കാണട്ടെന്ന് കണ്ണു തുറന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. ഇത് ജനങ്ങൾ മനസ്സിലാക്കണം. ഈ കള്ളക്കഥ എത്രത്തോളമാണ് ഈ സമുദായത്തിലെ മുസ്ലിയാക്കന്മാര് പടച്ചു വിടുന്നത് എന്ന് ജനങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് വളരെ കൃത്യമായിട്ട് തന്നെ അത് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഇത് നിങ്ങൾ ബോധം ഉണ്ടാകണം, മറ്റുള്ളവരെ ബോധവൽക്കരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ നോക്ക്, നിങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അന്ന് അള്ളാഹുവിന്റെ റസൂലൊക്കെ വഫാത്തായ ഘട്ടത്തിൽ മക്ക മദീനയൊക്കെ കരഞ്ഞ രംഗാണ്. ആർക്കും താങ്ങാൻ പറ്റൂല. അത്രയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബോധരഹിതമായി വീണ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്.
അത് വലിയൊരു വിഷയമായിരുന്നു റസൂലുള്ളാഹിന്റെ വിയോഗം എന്ന് പറയുന്നത്. അപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. ഉടൻ തന്നെ മരണവാർത്ത അറിഞ്ഞ് സുനഹ് എന്ന് പറഞ്ഞ ഒരു നാട്ടിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അദ്ദേഹം ഇവിടെ വന്നിട്ട് പിന്നെ റസൂലുള്ളാഹിനെ കിടത്തിയ ഷറഫാക്കപ്പെട്ട ശരീരം കിടക്കുന്ന അവിടേക്കാണ് കടന്നു. എന്നിട്ടോ ഫകശഫ അൻ വജീഹിഹി സുമ്മ അക്കബ അലൈഹി ഫഖബ്ബലഹു വബകാ സുമ്മ ഖാല ബിഅബി അൻത വഉമ്മി വല്ലാഹി വല്ലാഹി ലാ യജ്മഉല്ലാഹ അലൈക മൗതതൈനി അമ്മൽ മൗതത്തുല്ലതി കുതിബത് അലൈക ഫഖദ് മുത്തഹാ. അല്ലാഹുവിന്റെ റസൂല് കണ്ണുറന്നിട്ട് പറഞ്ഞു, എന്താ പൂക്കറെ പറഞ്ഞു, ഞാൻ മരിച്ചിട്ടുണ്ട്, അത് ഉറപ്പന്നെ എന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തെല്ലാം ഘട്ടങ്ങൾ ഉണ്ടായി അവിടെ. പല വിഷയത്തിലും ഖബറ് കളക്കുന്ന വിഷയത്തിൽ വരെ സ്വഹാബത്തിനിടെ അഭിപ്രായ വ്യത്യാസമുണ്ടായി. ഏത് രൂപത്തിലാണ് ഖബറ് കളക്കേണ്ടത് എന്ന് വരെ. ഇതൊക്കെ അങ്ങനെ ഒരുപാട്. മയ്യത്ത് കുളിപ്പിക്കുന്ന വിഷയത്തിൽ അവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. എങ്ങനെ കുളിപ്പിക്കണം, ഡ്രസ്സ് മാറ്റിയിട്ട് കുളിപ്പിക്കണോ, അതല്ല വസ്ത്രന്റെ മുകളിൽ ഒഴിച്ചാൽ മതിയോ, ഇങ്ങനെയൊക്കെ അഭിപ്രായ വ്യത്യാസം. അപ്പോഴൊക്കെ നബി അവിടെ കെടുക്കുന്നുണ്ടല്ലോ. എല്ലാം റസൂൽ കണ്ണു കൊടുത്തിട്ട് പറഞ്ഞു കൊടുത്തോളൂ, അങ്ങനെ കുളിപ്പിക്കുക, ഇങ്ങനെ കുളിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ കള്ളത്തരം പ്രചരിപ്പിക്കുന്ന മുസ്ലിയാക്കന്മാരെ നിങ്ങൾ ഏത് മതാ പഠിപ്പിക്കുന്നു? ഏത് ദീന നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കള്ളക്കറാമത്തുകളും വ്യാജ പ്രചരണവുമായിട്ട് സമുദായത്തിനെ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് അവരെ പണവും അവരുടെ സമ്പത്തും ചൂഷണം ചെയ്ത് സമയവും സന്ദർഭവും ചൂഷണം ചെയ്തിട്ട് അവരെ ഭക്ഷണം മേടിച്ച് നാട്ടുകാരെ ജനങ്ങളെ വഞ്ചിക്കുക. ഇല്ലാത്ത കഥയും പറഞ്ഞിട്ട് മരിച്ചിട്ട് കണ്ണു തുറന്നത്രേ. മറ്റാള് പറയാണ്, പിന്നെ കാഫില പറയാണ്, ജിബ്രീലിനോട് പറഞ്ഞത്ര സിയം മുന്നിൽ നടക്കുകയെന്ന്. അപ്പോ ജിബ്രീൽ പറയാത്ര, അല്ല അന്ത മുഖദ്ദം, താങ്കൾ എന്ത് ചെയ്യുക, പിന്നെ മുമ്പിൽ നടക്കുന്നു. എന്താ അവര് എളാപ്പട മക്കളല്ലേ ജിബ്രീല്? അങ്ങോട്ട് മുന്നിൽ നടക്ക്, നീ ബേക്കിൽ നടക്കടാ, ഞാൻ മുമ്പിൽ നടക്കുക, നീ പുറകെ നടക്ക് എന്നൊക്കെ പറയുന്നത് അമ്മയിലെ മക്കളും മൂത്താപ്പാട മോനും അല്ലേ ജിബ്രീല്? എന്താ ഇവര് സമുദായത്തിനെ പഠിപ്പിക്കുന്നത്? അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെ കള്ളത്തരം വിളമ്പാൻ ഏറ്റവും കൂടുതൽ കഴിയുന്നത് ഈ മുസ്ലിയാക്കന്മാർ. അത് ജനങ്ങൾ ബോധവൽക്കരിച്ചാൽ മതി, ജനങ്ങൾക്ക് ആ ബോധം ഉണ്ടായാൽ മതി. അത് ദീനുമായിട്ട് അടുക്കുന്നതിൽ നിന്ന് ഈ മുസ്ലിയാക്കന്മാർ ജനങ്ങളെ തടയും. അതാണ് ഇവർ ആദ്യത്തെ പണി. അതാണ് ഖുർആനിലേക്ക് അടുപ്പിക്കൂല, പ്രവാചകൻ ചരിയിലേക്ക് അടുപ്പിക്കൂല. മുസ്ലിയാക്കന്മാർ പറയുന്ന ഈ കള്ളക്കഥയിൽ ഈ സമുദായത്തിനെ വളച്ച് കെട്ടി അവിടെ കെട്ടിപ്പൂട്ടിയിടുകയാണ്. സാധുക്കൾ അറിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് കൃത്യമായ മുസ്ലിയാക്കന്മാരുടെ വഞ്ചനയും ഈ ചതിയും ഈ കള്ളക്കഥയും കൃത്യമായിട്ട് മനസ്സിലാക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.